നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചോദ്യപേപ്പർ മാറി നൽകി. PSC പരീക്ഷ റദ്ദാക്കി. ആലപ്പുഴ ലജ്നത്ത് സ്കൂളിലെ പരീക്ഷാ സെന്ററിലാണ് ചോദ്യപേപ്പർ മാറിയത്. ചവറയിൽ വൻ ലഹരിവേട്ട. ലഹരി ഗുളികകളും കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. മുൻ ഇടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. KSU മുഖ്യമന്ത്രി പ്രശ്നം മാധ്യമ സൃഷ്ടിയെന്നും MP. പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. ഒരാൾ അറസ്റ്റിൽ. ശാസ്താംകോട്ടയിലാണ് സംഭവം. കൂട്ടാളി ഓടി രക്ഷപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് PSC പരീക്ഷ റദ്ദാക്കി. ശനിയാഴ്ച നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മാറി നൽകിയത്. ആലപ്പുഴ ലജ്നത്ത് സ്കൂളിൽ രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ചോദ്യപേപ്പർ നൽകുകയായിരുന്നു. ശനിയാഴ്ച നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകിയതോടെയാണ് പരീക്ഷ റദ്ദാക്കിയത്. ആലപ്പുഴ ലജ്നത്ത് സ്കൂളിലെ പരീക്ഷാ സെന്ററിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നൽകിയത്. പരീക്ഷ പൂർത്തിയായ ശേഷമാണ് ചോദ്യപേപ്പർ മാറി നൽകിയ വിവരം അറിഞ്ഞത്. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മാറി നൽകിയത്. തുടർന്ന് പരീക്ഷ റദ്ദാക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾ ഇതോടെ മടങ്ങിപ്പോകേണ്ടി വന്നു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊല്ലം കോർപ്പറേഷനിൽ കോടികളുടെ പൊതുമുതൽ ഉപേക്ഷിച്ച നിലയിൽ. ടാബ്ലറ്റുകൾ, PPE കിറ്റുകൾ, ബ്ലീച്ചിംഗ് പൗഡർ, ഫർണിച്ചർ എന്നിവയാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം വിവാദമായതോടെ അന്വേഷണത്തിന് മേയർ കോർപ്പറേഷൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. കോർപ്പറേഷൻ ഓഫീസിലെ ഫീഡിംഗ് റൂമിൽ 5 വലിയ പെട്ടികളിലായി 165 ടാബ്ലറ്റുകളാണ് ഉണ്ടായിരുന്നത്. വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന മുറി മേയറുടെ നിർദ്ദേശത്തെ തുടർന്ന് വ്യാഴാഴ്ച വൃത്തിയാക്കാനായി തുറന്നപ്പോഴാണ് ടാബ്ലറ്റുകൾ കണ്ടെത്തിയത്. മുൻപ് ഇവിടെ ഏകദേശം 250 ടാബ്ലറ്റുകൾ ഉണ്ടായിരുന്നെന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. എന്നാൽ നിലവിൽ 165 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി 85 ടാബ്ലറ്റുകൾ എവിടേക്ക് മാറ്റിയെന്നോ അവ സംബന്ധിച്ച് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നോ വ്യക്തമാക്കുന്ന രേഖകളുമില്ല. ഒരു ടാബ്ലറ്റിന് വാങ്ങിയ സമയത്ത് ഏകദേശം 40,000 രൂപ വിലയുണ്ടായിരുന്നതിനാൽ ആകെ വാങ്ങൽ മൂല്യം 1 കോടി രൂപയോളമാണെന്നാണ് കണക്ക്. വർഷങ്ങളായി ഉപയോഗിക്കാതെ സൂക്ഷിച്ചതിനാൽ നിലവിലുള്ള ടാബ്ലറ്റുകളുടെ പ്രവർത്തനക്ഷമതയും നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനു പുറമെ കോവിഡ് കാലത്ത് വാങ്ങിയ ആയിരക്കണക്കിന് PPE കിറ്റുകളും ബ്ലീച്ചിംഗ് പൗഡറും കാലഹരണപ്പെട്ട നിലയിലും കണ്ടെത്തി. 1 കോടി രൂപ ചെലവഴിച്ച് വാങ്ങിയ സക്ഷൻ കം ജെറ്റിംഗ് മെഷീനും മാസങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുകയാണ്. കൊല്ലം വികസന അതോറിറ്റി ഓഫീസിനായി വാങ്ങിയ കസേരകളും മേശകളും മറ്റ് ഓഫീസ് ഫർണിച്ചറും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ മുറിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നുവെന്നും മേയർ പറഞ്ഞു. 25 വർഷത്തോളം കോർപ്പറേഷൻ ഭരിച്ച ഇടതുമുന്നണി സമിതിയുടെ കെടുകാര്യസ്ഥതയുടെ വലിയ ഉദാഹരണമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതുമുതലെന്ന് മേയർ AK ഹഫീസ് ആരോപിച്ചു. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഉപകരണങ്ങളുടെയും സാമഗ്രികളുടെയും കൃത്യമായ കണക്ക്, അവ മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം, പുനരുപയോഗ സാധ്യത എന്നിവ സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അനധികൃത മദ്യവിൽപ്പന. ഒരാൾ അറസ്റ്റിൽ. പടിഞ്ഞാറേക്കല്ലട സ്വദേശി കല്ലട ബാബു എന്ന് വിളിക്കുന്ന ചന്ദ്രബാബുവാണ് എക്സൈസിന്റെ പിടിയിലായത്. 1.8 ലിറ്റർ വിദേശ മദ്യവും ഇയാളിൽ നിന്ന് പിടികൂടി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായാണ് പടിഞ്ഞാറേക്കല്ലട ഐത്തോട്ടുവ ഭാഗത്ത് അനധികൃത വിദേശ മദ്യ കച്ചവടക്കാരനെ പിടികൂടിയത്. നിരവധി അബ്കാരി കേസിലെ പ്രതിയായ പടിഞ്ഞാറേക്കല്ലട ഐത്തോട്ടുവ മുറിയിൽ മാതിരപ്പള്ളിത്തോപ്പിൽ വീട്ടിൽ കല്ലട ബാബു എന്ന് വിളിക്കുന്ന ചന്ദ്രബാബുവിനെയാണ് പിടികൂടിയത്. കുന്നത്തൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ്. എക്സൈസ് ഇൻസ്പെക്ടർ J. കൊച്ചുകോശിയുടെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മദ്യക്കുപ്പികൾ വീടിന് സമീപത്തെ തോടുകളിലും
കല്ലട ആറിനോട് ചേർന്ന ചതുപ്പുകളിലും പല സ്ഥലങ്ങളിലായി പൂഴ്ത്തിവെക്കുകയും പ്രദേശത്ത് തന്നെ ചില ആളുകളുടെ സഹായത്തിൽ അവരുടെ വീടുകളിലും മറ്റും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു വരികയായിരുന്നു. ആവശ്യക്കാരെത്തുമ്പോഴായിരുന്നു വിൽപ്പന. പടിഞ്ഞാറക്കല്ലട ഭാഗത്തെ അനധികൃത മദ്യവിൽപ്പന തടയണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് നടപടി. ഇയാളിൽ നിന്ന് 1.8 ലിറ്റർ വിദേശ മദ്യവും വിൽപ്പന നടത്തിയ പണവും എക്സൈസ് കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ലഹരി ഗുളികകളും കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശികളായ മുഹമ്മനെയും ഷഹാബുദ്ദീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കഞ്ചാവും ലഹരി ഗുളികകളുമായാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിലായത്. പശ്ചിമബംഗാൾ സ്വദേശികളായ മുഹമ്മദിനെയും ഷഹാബുദ്ദീൻ എന്നിവരെയാണ് കരുനാഗപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇന്നേ ദിവസം ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് ഈ കരുനാഗപ്പള്ളി റേഞ്ച് അതിർത്തിയിൽപ്പെട്ട പല സ്ഥലങ്ങളിലും പരിശോധന നടത്തി വരികയാണ്. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ചവട മുക്കുത്തോട് എന്ന സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് അന്യസംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെ മദ്യം സൂക്ഷിച്ചു വെച്ചേക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇത് പരാതി ഉണ്ടായിരുന്നു. ആയതുപ്രകാരം ഞാൻ പാർട്ടി സഹിതം അവിടെ ചെന്ന് ഈ വീട് പരിശോധന നടത്തിയപ്പം അവിടുന്ന് ശരിക്കും ഒരു 100 സ്ട്രിപ്പിൻ്റെ, അതായത് 100 നൈട്രോസൾഫാം ഗുളികകൾ, അത് ശരിക്കും പറഞ്ഞാൽ നൈട്രോസൾഫാം ഗുളികകൾ ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ ഗുളികകൾ കണ്ടെടുത്തു. അതുകൂടാതെ കുറച്ച് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ 2 പേരുടെയും കേസ് എടുത്തിട്ടുണ്ട്. സഹബുദ്ദീൻ നൈം എന്ന് പറഞ്ഞ 2 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ റെക്കോർഡുകളെല്ലാം തയ്യാറാക്കിയ ശേഷം ഈ പ്രതികളെ നമ്മൾ കോടതി ഹാജരാക്കുന്നതാണ്. തുടർന്ന് കർശനമായിട്ടുള്ള പരിശോധന ഈ കരുനാഗപ്പള്ളി റേഞ്ചിൻ്റെ പരിസരങ്ങളിൽ നടത്തുന്നതാണ്. എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അയാൾ വിളിച്ച് അറിയിക്കാവുന്നതാണ്. ഏത് പരാതിയും ഏത് സമയത്ത് കിട്ടിയാലും നമ്മൾ ഉദ്യോഗസ്ഥർ സർവാത്മന പോയി കേസെടുക്കുന്നതായിരിക്കും. ചവറ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപത്തെ ഇവരുടെ വാടക വീട്ടിലെ പരിശോധനയ്ക്കിടയിലാണ് ലഹരി കണ്ടെത്തിയത്. സഹോദരന്മാരായ ഇവരിൽ മുഹമ്മദിനെയും പശ്ചിമബംഗാളിൽ പോയി തിരികെ വന്നപ്പോൾ കൊണ്ടുവന്ന ഗുളികകളും കഞ്ചാവുമാണിതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മത്സ്യബന്ധനത്തിന് പോകുന്ന ഇവർ വാടകയ്ക്ക് റൂമെടുത്ത് കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഇങ്ങനെ വിൽപ്പന നടത്തിയ വകയിൽ 1100 രൂപയും എക്സൈസ് പിടിച്ചെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PA അജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ B സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനിൽകുമാർ K, ചാൾസ് H, ഗോഡ്വിൻ, അൻസാരി B, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മോളി, ശ്രീജ SP എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് KSEB ഓഫീസ് ഉപരോധിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എഴുകോൺ KSEB ഓഫീസാണ് ഉപരോധിച്ചത്. വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചാണ് KSEB ഓഫീസ് ഉപരോധിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എഴുകോൺ KSEB ഓഫീസാണ് ഉപരോധിച്ചത്. എഴുകോൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ കല്ലുംപുറം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആര്യ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിനകത്ത് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങൾക്കകത്തും ഈ കറണ്ട് വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുത്തു വരികയാണ്. ഒരു സൂചനാ സമരം എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് ഇത്തരത്തിലേക്ക് ഡിവൈഎഫ്ഐ സമരം എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയ്ക്കകത്തെ എഴുകോൺ ബ്ലോക്ക് കേന്ദ്രത്തിലുള്ള KSEB ഓഫീസിലേക്കാണ് ഇന്ന് ഒരു സൂചനാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. സമരം വലിയ വിജയകരമായിരുന്നു. ഇത്രയും വൈകിയ വേളയ്ക്കകത്ത് വലിയ മഴ ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യം ആയിരുന്നാൽ പോലും നിരവധിയായിട്ടുള്ള യുവാക്കൾ ഈ പ്രതിഷേധ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇപ്പോ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടം എന്നുള്ള നിലയിലേക്കുള്ള സൂചനാ സമരമാണ്. വരുന്ന ദിവസങ്ങൾക്കകത്ത് വലിയ നിലയിലേക്കുള്ള സമരങ്ങൾ, കലുഷിതമായിട്ടുള്ള സമരങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ്. ഇതിനകത്ത് പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലേക്കുള്ള സമര രീതിക്കകത്തേക്ക് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും.
ബ്ലോക്ക് സെക്രട്ടറി അമീഷ് ബാബു, ചന്തു സരിക, ഗോപികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എസ് രാംകുമാർ എന്നിവർ പങ്കെടുത്തു. നാടിനകത്ത് ഏറ്റവും ജനകീയമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം ഈ സംസ്ഥാനത്തെമ്പാടുമുള്ള വിവിധങ്ങളായ KSEBയുടെ വിവിധ ഓഫീസുകളിലേക്ക് ഇന്നത്തെ ദിവസം മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും അന്യമായിക്കൊണ്ടിരുന്ന ഒരു പ്രവണതയായിരുന്നു പവർ കട്ട് എന്ന് പറയുന്ന ഇത്. വലിയ തരത്തിലുള്ള മഴ നാടിനകത്ത് നാശം വിതച്ച ഘട്ടത്തിൽ പോലും മണിക്കൂറുകൾക്കകത്ത് ഈ സംസ്ഥാനത്തിനകത്തെ മുഴുവൻ സ്ഥലങ്ങളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഓഫീസുകൾ കൂടിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ KSEB ഓഫീസ്. നാടിനകത്ത് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന നിലയിലേക്ക് ഇവിടുത്തെ ജീവനക്കാരെ അടക്കം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായി. ഒരു ഗവൺമെന്റ് മാറി വന്നതിന്റെ ഭാഗമായി ഈ നാടിനകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായി കൂടി ഒരു തൊഴിലാളികളുമായി മാറുന്ന നിലയിലേക്ക് KSEB ജീവനക്കാരടക്കം മാറി നിൽക്കുകയാണ്. പലപ്പോഴും അവർ വളരെ പ്രയാസത്തോടെ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള പ്രവണതകളുടെ ഭാഗമായി പല ഉപഭോക്താക്കളും വിളിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് മറുപടി പറയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് KSEBയുടെ ജീവനക്കാരടക്കം മാറുന്ന സ്ഥിതി നമ്മുടെ നാടിനകത്ത് കഴിഞ്ഞ കുറെ മാസങ്ങളായി കാണുന്ന നിലയിലേക്ക് മാറുകയാണ്. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ചാരുമൂട്ടിൽ തുടക്കമായി. പ്രകടനം, പുഷ്പാർച്ചന എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. സമ്മേളനം 19-ന് സമാപിക്കും. കർഷക സംഘത്തിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് പ്രയോജനമായ തുടക്കം കുറിച്ച് സുരേഷ് കുമാറും ബിജുവും ആനന്ദനും എന്ന ചാരുനാടിന്റെ മണ്ണിൽ കർഷക സംഘത്തിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ചാരുമൂട്ടിൽ തുടക്കമായി. സമ്മേളനത്തിന് മുന്നോടിയായി നഗരം ചുറ്റി പ്രകടനവും നടത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നിവയും നടന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പോളത്തിന്റെ താല്പര്യാർത്ഥമാണ് ബൂർഷ്വാസി അതിൻ്റെ കമ്പോളം കണ്ടെത്തേണ്ടുന്നതിൻ്റെ താല്പര്യാർത്ഥമാണ് ലോകമാകെ സാമ്പത്തിക മേഖലയിലുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതും ആ നയങ്ങൾ തങ്ങളുടെ താല്പര്യാർത്ഥം നടക്കാതിടങ്ങളിൽ സൈനികമായ ഇടപെടൽ നടക്കുന്നതും എന്നുള്ളത് നമ്മുടെ വർത്തമാനകാല അനുഭവമല്ല. യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോഴും ലോകത്തിലാകെ നിലനിൽക്കുന്നത്. എന്തിനാണ് യുദ്ധം? ഇറാന് നേരെ ആക്രമണം നടത്തി. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഇറാഖിനെ കീഴടക്കി. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? പോകുന്ന രാസായുധമുണ്ട് ഇറാഖിൽ. ഈ രാസായുധം എന്തെങ്കിലും അമേരിക്ക പറ്റാത്തവർക്ക് ആക്രമിക്കില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ആണവായുധമോ രാസായുധമോ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇറാഖിനെ ആക്രമിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാസായുധം പിടിക്കാൻ വേണ്ടി പോയ അമേരിക്കക്ക് രാസായുധം കിട്ടിയിട്ടില്ല, പക്ഷേ ഇറാഖിനെ കിട്ടി. ജില്ലാ പ്രസിഡന്റ് G ഹരിശങ്കർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റ് താല്പര്യങ്ങളും ഹിന്ദുത്വ അജണ്ടയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഫാസിസ്റ്റ് വാസ്തവത്തിന്റെ കാലച്ചകൾക്കും എന്നൊക്കെ പറയുന്നത് സമ്പൂർണ്ണ വാസ്തവത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു ഭരണാധികാരി വർഗം രാജ്യത്തെ അധികാരത്തിൽ നിന്നുകൊണ്ട് കർഷകരടക്കമുള്ള തൊഴിലാളികളടക്കമുള്ള എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ ഗണിക്കുകയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ സമ്മേളനം ചെയ്യുന്നത്. സ്വാഗത സംഘം ചെയർമാൻ B ബിനു സ്വാഗതം പറഞ്ഞു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി വത്സൻ ബനോളി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനം 19-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. മുൻ ഇടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പത്തനാപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP.
മുൻ ഇടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പത്തനാപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അവർക്ക് ഉത്തരവാദി കഴിഞ്ഞ സർക്കാരാണ്. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ പിടിപ്പുകേടും അവരുടെ അനാസ്ഥയും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായിട്ടാണ് ഈ പവർ കട്ട് ഉണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പോഴത്തെ UDA ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സാധാരണ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടുന്ന മഴ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ പവർ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട കഴിഞ്ഞ ഗവൺമെന്റ് അത് ചെയ്തില്ല. അത് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാനുള്ള തീവ്ര ശ്രമം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉത്തരവാദി ഇപ്പോഴത്തെ പവർ കട്ടിന് ഉത്തരവാദി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ്. അവരതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് അവര് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു വിഷയത്തിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു മാസം കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഓരോ വർഷത്തെയും കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രവചിക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, മഴയുടെ സാധ്യതകളും ഒക്കെ പറയുന്നവർ അവരൊക്കെ ആലോചിച്ച് മുൻകൂട്ടി തന്നെ വൈദ്യുതി ക്ഷാമം ഉണ്ടാകുമെന്നും പവർ കട്ട് ഉണ്ടാകുമെന്നൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റിസർവോയറുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. പലപ്പോഴും റിസർവോയറുകൾ അധികം മഴ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ റിസർവോയറുകളിലെ വെള്ളം നമ്മൾ തുറന്നു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലയളവിൽ ഈ 3 മാസക്കാലം നമുക്ക് ലഭിക്കേണ്ട മഴ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ റിസർവറുകളിൽ ആവശ്യം വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള വെള്ളം ഇല്ലാതെ വന്നപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി വൈദ്യുതി വാങ്ങിക്കാനും വില കുറഞ്ഞ റേറ്റിൽ വൈദ്യുതി വാങ്ങിക്കാനുള്ള ശ്രമങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈദ്യുതി വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി തന്നെ ആ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSU മുഖ്യമന്ത്രി പ്രശ്നം മാധ്യമ സൃഷ്ടിയാണെന്നും തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് ആകുമോ എന്ന ചോദ്യത്തിന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നീറ്റ് UG പരീക്ഷയിൽ നേട്ടം കൊയ്ത് പന്മന വടക്കന്തല സ്വദേശി B നീരജ് 692 മാർക്കോടെ ദേശീയ തലത്തിൽ 89ാം റാങ്കും നീരജ് സ്വന്തമാക്കി. കഠിനാധ്വാനവും സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നീരജിനെ വിജയത്തിന്റെ നെറുകയിലെത്തിച്ചത്. വടക്കന്തല ബിന്ദു ഭവനിൽ കോട്ടയം ആർപ്പൂക്കര വില്ലേജ് ഓഫീസർ ബിജുജിയുടെയും തേവലക്കര കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് നഴ്സ് S രേഖയുടെയും രണ്ടാമത്തെ മകനാണ് B നീരജ്. 2 വർഷത്തെ പരിശ്രമത്തിലാണ് മികച്ച ഫലം ലഭിച്ചതെന്നും ഡൽഹിയിലെ എയിംസിൽ ചേരാനാണ് ആഗ്രഹമെന്നും നീരജ് പറഞ്ഞു. കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂൾ, കോട്ടയം മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. എല്ലാ വിഷയങ്ങൾക്കും A+ഓടെ വിജയിച്ച നീരജ് ഹയർ സെക്കൻഡറി പഠനത്തിനൊപ്പമാണ് നീറ്റ് പരീക്ഷയ്ക്കുള്ള പരിശീലനവും നേടിയത്. ഹായ്, ഞാൻ നീരജ് B. ഞാൻ KE മാന്നാനത്തിൽ ബ്രില്യൻ്റ് 2 ഇയർ ഇൻ്റഗ്രൽ പ്രോഗ്രാമും അസോസിയേറ്റ് ചെയ്ത് പഠിച്ച ആളാണ്. ഇപ്പോൾ എനിക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കേരള റാങ്ക് 1 ഉണ്ട്. ഞാൻ എക്സാം എഴുതിയ സെൻറ്റർ വൈക്കം ആയിരുന്നു. അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എക്സാം എഴുതി ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി ആണ് എനിക്ക് ഇങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടിയത്. അതുപോലെ തന്നെ പേരൻസിൻ്റെയും ബ്രില്യൻറ്റിൻ്റെയും വലിയൊരു സപ്പോർട്ട് ഈ ഒരു ജേർണിയിൽ നല്ലോണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇനിഷ്യലി ഫിസിക്സ് എല്ലാവർക്കും പാടാന്ന് പറയുമ്പോൾ എന്നെ ഫിസിക്സിൽ നല്ലോണം സഹായിച്ച ഒരു ഫാക്ടറാണ് എൻ്റെ മാമൻ. എൻ്റെ മാമൻ ആക്ച്വലി ഒരു എഞ്ചിനീയറാണ്. എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫിസിക്സ് നല്ല ഗ്രാസ്പ് കൊണ്ടാണ് എന്നെ കൊച്ചിലെ കുറേയൊക്കെ ഫിസിക്സും മാത്സും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. കുറേ ഈ സ്റ്റാർസിനെ പറ്റിയൊക്കെ പഠിപ്പിച്ച് എൻ്റെ ഇൻട്രസ്റ്റ് ഫിസിക്സ് നല്ലോണം കൂട്ടിക്കൊണ്ടിരുന്നു. ഈവൻ ദോ ഞാൻ മെഡിസിൻ ഫീൽഡ് ചൂസ് ചെയ്തപ്പോഴും മാമൻ എപ്പോഴും തന്ന ആ ഒരു ഫിസിക്സിൻ്റെ സ്കില്ല് ആണ് എനിക്ക് നീറ്റിൽ ഈവൻ ദോ ഹാർഡറാക്കിയെങ്കിൽ പോലും ഫിസിക്സ് നല്ലോണം സ്കോർ ചെയ്യാനാണ് സഹായിച്ചത്. ഫിസിക്സ് എല്ലാവരും ഹാർഡറാന്ന് പറയുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഈ വർഷം ഹാർഡറാന്ന് പറയുമ്പോൾ ആ ഫിസിക്സ് പഠിക്കുമ്പോഴും മാത്സ് പഠിക്കുമ്പോഴും കിട്ടിയ ഒരു സ്കില്ല് വെച്ചിട്ടാണ് ഇത് രണ്ടും കോൺകർ ചെയ്യാനായിട്ട് പറ്റിയത്. അതിൽ എനിക്ക് മാമനോടും അതുപോലെ തന്നെ ഈ ജേർണിയിൽ എല്ലാവരോടും വളരെയധികം നന്ദി പറയാനുണ്ട്. പാലാ ബ്രില്യൻറ്റ് കോച്ചിംഗ് സെന്റർ സ്കൂളിലെ കുട്ടികൾക്ക് കോച്ചിംഗ് പരിശീലനം നടത്തിയിരുന്നു. ഇതാണ് നീരജിന്റെ വിജയത്തിന് പിന്നിൽ. കോട്ടയത്ത് പിതാവിനൊപ്പം വാടക വീട്ടിൽ താമസിച്ചായിരുന്നു പഠനം. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയിൽ 700 മാർക്ക് നേടിയിരുന്നു. ദിവസം 15 മണിക്കൂറോളമുള്ള പഠനവും തുടർച്ചയായ പ്രാക്ടീസുമാണ് വിജയത്തിന് കാരണമെന്ന് നീരജ് പറഞ്ഞു. നീറ്റ് പരീക്ഷയിൽ മകന്റെ പ്രകടനത്തെക്കുറിച്ച് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നുവെന്ന് രക്ഷിതാക്കളും പറയുന്നു. കഠിനാധ്വാനവും തയ്യാറെടുപ്പ് പരീക്ഷകളിലെ സ്ഥിരതയാർന്ന പ്രകടനവും
അന്തിമ വിജയത്തിന് സഹായിച്ചതായും അവർ പറഞ്ഞു. ബി നിരഞ്ജനാണ് സഹോദരൻ. 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നീരജിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. ഒരാൾ അറസ്റ്റിൽ. ശാസ്താംകോട്ടയിലാണ് സംഭവം. പനപ്പെട്ടി സ്വദേശിയായ അനീഷ് സുലൈമാനാണ് അറസ്റ്റിലായത്. ഇയാളുടെ കൂട്ടാളിയായ പോരുവഴി കമ്പലടി സ്വദേശി ബാദുഷ ഓടി രക്ഷപ്പെട്ടു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തെ ആക്രമിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ പോലീസ് കീഴ്പ്പെടുത്തി. ശാസ്താംകോട്ട പനപ്പെട്ടി കൂരമ്പേലത്ത് ഉന്നതിയിൽ കൂരമ്പേലത്ത് പടിഞ്ഞാറ്റത്തിൽ അനീഷ് സുലൈമാനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വയം മുറിവുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ഏറെ പണിപ്പെട്ടാണ് പിടികൂടിയത്. ഇയാളുടെ കൂട്ടാളി പോരുവഴി കമ്പലടി ഇടതുതുണ്ടിൽ വീട്ടിൽ ബാദുഷ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. അനീഷ് സുലൈമാൻ താമസിക്കുന്ന പനപ്പെട്ടിയിലെ വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും MDMA-യും കഞ്ചാവും എത്തിച്ച വിൽപ്പന നടത്തുന്നതായും എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കുന്നത്തൂർ എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു അക്രമം. പ്രകോപിതനായ ഇയാൾ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാനും ശ്രമിച്ചു. അക്രമം അതിരുവിട്ടതോടെ എക്സൈസ് ഉദ്യോഗസ്ഥർ ശാസ്താംകോട്ട പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തിയാണ് അനീഷിനെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും ഇയാളുടെ പേരിൽ കേസെടുത്തു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ നടപടിയിൽ നാടകീയ രംഗങ്ങൾ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളെ തുടർന്നാണ് റോഡ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിച്ചത്. പഞ്ചായത്തിന്റെ നടപടി സംഘർഷത്തിലും തുടർന്ന് ഉപരോധത്തിലും കലാശിച്ചു. വിവിധ കോടതി ഉത്തരവുകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-ഓടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങിയത്. കേരളപുരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഒഴിപ്പിക്കൽ ആശുപത്രി മുക്കിൽ എത്തിയതോടെ രംഗം വഷളായി. റോഡ് കയ്യേറി മത്സ്യക്കച്ചവടം നടത്തി വന്നവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കഴിഞ്ഞയാഴ്ച കയ്യേറ്റക്കാർക്ക് മുന്നറിയിപ്പ് നോട്ടീസുകൾ നൽകുകയും 2 ദിവസങ്ങളായി വാഹനങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ഒട്ടേറെ പേർ കയ്യേറ്റങ്ങൾ സ്വയം നീക്കം ചെയ്തു. ബാക്കിയുള്ളവയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടുന്ന സംഘം ഒഴിപ്പിക്കാനെത്തിയത്. എന്നാൽ ആശുപത്രി മുക്കിലെ മത്സ്യക്കച്ചവടക്കാർ ഒഴിപ്പിക്കൽ തടഞ്ഞു. തുടർന്ന് 6-ഓടെ മത്സ്യവും പാത്രങ്ങളും വാഹനങ്ങളിൽ കയറ്റി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചു. ഇതിന് തൊട്ടുപിന്നാലെ മത്സ്യക്കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രവർത്തകരെത്തി പഞ്ചായത്ത് ഉപരോധിച്ചു. ഇതിനിടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും CPM പ്രവർത്തകരുമായി വാക്കേറ്റവും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉന്തും തള്ളുമായി. അവിടെ മീൻ കച്ചവടക്കാരെ സൈഡ് ഒഴിപ്പിച്ചത്. തുടർന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം SL സജികുമാർ പോലീസുമായി ചർച്ച നടത്തി. 2 ദിവസത്തിനകം ഉചിതമായ സ്ഥലം കണ്ടെത്തി മത്സ്യക്കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും അതുവരെ കച്ചവടം ജംഗ്ഷനിൽ ചെയ്യാൻ അനുവദിക്കണമെന്നും തീരുമാനിച്ചു. തുടർന്ന് വാഹനങ്ങൾ എത്തിച്ച് മത്സ്യവും പാത്രങ്ങളും ആശുപത്രി മുക്കിൽ തിരികെ എത്തിച്ചു. രാത്രി 8-ഓടെ കച്ചവടവും തുടങ്ങി. ഇതേ തുടർന്ന് ഒഴിപ്പിച്ച കയ്യേറ്റം പുനഃസ്ഥാപിക്കാൻ പോലീസ് കൂട്ടുനിന്നെന്നാരോപിച്ച് തങ്ങളുടെ അംഗങ്ങളെ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും BJP-യും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഒൻപത് 9:30-ഓടെ കോൺഗ്രസ് അംഗം സവാദ്, BJP അംഗം അനിൽകുമാർ എന്നിവരെ മർദ്ദിച്ചതിനെതിരെ നൽകിയ പരാതിയിലും കോടതി ഉത്തരവുകൾ ലംഘിച്ച് കച്ചവടം ചെയ്തതിന് കച്ചവടക്കാർക്കെതിരെയും അതിന് പ്രേരിപ്പിച്ച CPM പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തതോടെ ഉപരോധം അവസാനിച്ചു. കയ്യേറ്റങ്ങൾ തടയുന്നതിന് പഞ്ചായത്തിന്റെ നടപടികൾക്ക് പോലീസ് സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് ലഭിച്ചതായി സമരക്കാർ അറിയിച്ചു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആശുപത്രി മുക്കിലെ റോഡും നടപ്പാതയും കയ്യേറി നടത്തുന്ന കച്ചവടം അവസാനിപ്പിക്കുന്നതിന് 4 വർഷം മുമ്പ് ലഭിച്ച കോടതി വിധി നടപ്പാക്കാൻ പോലീസും പഞ്ചായത്ത് അധികൃതരും ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല. കോടതി വിധികൾ നടപ്പാക്കാത്തതിന്റെ പരാതിയിൽ 12 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിഴ ലഭിച്ചതെന്ന് അധികൃതർ അറിയിച്ചു.
ഇന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഉത്തരവ്, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇന്ന് നമ്മൾ മീൻ കുടിയേറ്റക്കാര് മീൻ ചന്ത വിൽക്കുന്നത്, റോഡ് സൈഡിൽ കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, ഹൈവേ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവ് പ്രകാരം എല്ലാ പോലീസ് മറ്റുള്ള സന്നദ്ധ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടപെടുകയുണ്ടായി. പക്ഷേ തുടർന്ന് വന്നപ്പോൾ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുകയും സാധനങ്ങൾ എടുത്ത് മാറ്റുകയും ചെയ്തു. അതിന്റെ പ്രകാരം എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 6 മണിക്ക് മീൻ എടുക്കാൻ വന്നപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച്, നമ്മളെ എളമ്പള്ളൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഇവര് നമ്മൾ കൊടുക്കാനിരുന്ന മീനെ വേണ്ട, ഞങ്ങൾ കൊടുക്കുന്നില്ല, ഇവിടെ തന്നെ ഞങ്ങൾ ഇരുന്ന് കൊണ്ട് അത് കച്ചവടം ചെയ്തോളാം എന്ന രീതിയിൽ പറയുകയും, ഞങ്ങളന്ന് പോകുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്നത്, നമ്മളെ വാക്കേറ്റങ്ങൾ ചെയ്യുകയും ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും, സജീവമാർ ഉൾപ്പെടെയുള്ള കണ്ടറിയാവുന്ന ഒരുപാട് പ്രവർത്തകര് നമ്മളെ കയ്യേറ്റം ചെയ്യുക, എന്നെ പ്രസിഡന്റ്, ഞങ്ങളെല്ലാവരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു ഞങ്ങള് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. നാഷണൽ ഹൈവേയിലെ ഈ മത്സ്യ കച്ചവടത്തിനെതിരെ എല്ലാ ദിവസവും പഞ്ചായത്തിൽ ഓൺലൈൻ പരാതിയുണ്ട്. അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെ പരാതി, കടക്കാരുടെ പരാതി, നിരവധി പരാതികൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 3/6/2026 പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം, പഞ്ചായത്ത് കമ്മിറ്റിയിൽ 23 ജനപ്രതിനിധികളാണ് ഉള്ളത്. ആ പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികളുടെയും അഭിപ്രായത്തോടു കൂടി ഹൈക്കോടതി ഉത്തരവും പ്രകാരമാണ് നമ്മൾ ഈ നടപടിയായിട്ട് പോയത്. അതിൽ ഒരു ജനപ്രതിനിധി പോലും വിയോജനക്കുറിപ്പ് തന്നിട്ടില്ല. അപ്പൊ എല്ലാവരും കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ CIക്ക് നമ്മൾ കത്ത് കൊടുത്തു. അത് കൂടാതെ ഈ കച്ചവടം ചെയ്യുന്നവര് നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ളവരല്ലാത്തത് അവരുടെ അഡ്രസ്സ് നമുക്ക് അറിയത്തില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ സ്റ്റാഫിനെ പറഞ്ഞു വിട്ട് അവരുടെ അഡ്രസ്സ് ചോദിച്ചറിഞ്ഞിട്ട് രജിസ്റ്റേർഡ് നോട്ടീസ് അവർക്ക് അയച്ചു. ആ രജിസ്റ്റേർഡ് നോട്ടീസ് ഒരു കൈപ്പറ്റി കാണും, കാരണം തിരിച്ച് വന്നില്ലല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ 2 ദിവസം നമ്മുടെ പഞ്ചായത്ത് അതിർത്തി മൊത്തം അനൗൺസ്മെന്റ് നടത്തി. ആ അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പോലീസിന്റെ സഹായത്തോടെ കേരളപുരത്തുനിന്ന് നമ്മൾ തുടങ്ങിയതാ. പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം, അത് ന്യായമായ തീരുമാനം, നിയമപരമായ തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇതിന് നാട്ടുകാരെ കൊണ്ട് പരിഹസിക്കാൻ വേണ്ടി ഒരു പ്രശ്നം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കട്ടെ. ഇതിനല്ലെങ്കിൽ ഒരു ശാശ്വതമായ പരിഹാരം പറയട്ടെ. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ആശുപത്രി മുക്കിലെ മത്സ്യക്കച്ചവടം അവസാനിപ്പിക്കണമെന്ന് ഒട്ടേറെ പരാതികളാണ് നാട്ടുകാരും വ്യാപാരികളും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ മാറി നൽകി, PSC പരീക്ഷ റദ്ദാക്കി. ആലപ്പുഴ ലജ്നത്ത് സ്കൂളിലെ പരീക്ഷാ സെന്ററിലാണ് ചോദ്യപേപ്പർ മാറിയത്. ചവറയിൽ വൻ ലഹരിവേട്ട, ലഹരി ഗുളികകളും കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശികൾ പിടിയിൽ. നൈട്രാസെപ്പം ഇനത്തിലുള്ള 110 ഗുളികകളും 100 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. മുൻ ഇടതുപക്ഷ സർക്കാർ പുകമറ സൃഷ്ടിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. KSU മുഖ്യമന്ത്രി പ്രശ്നം മാധ്യമ സൃഷ്ടിയെന്നും MP. പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. ഒരാൾ അറസ്റ്റിൽ. ശാസ്താംകോട്ടയിലാണ് സംഭവം. കൂട്ടാളി ഓടി രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.